नमस्ते सर्वोदय प्यारे बच्चों, आदाब। आप सबको ठीक है जी? अच्छा है। पिछले क्लास में हमने क्या पढ़ा? हाँ, पिछले क्लास में हम एक गीत पढ़ा है। गीत किसका है? हाँ, सुदर्शन फाखिर। कौन है सुदर्शन फाखिर? ओ जी, उर्दू के एक मशहूर शायर है। ठीक है, हम पिछले क्लास में पढ़ा हुआ गीत का ആദ്യത്തെ രണ്ട് വരി ഒന്ന് പാടിയേ. ആ ദൗലത്ത് ബില്ലേലോ യശുഹറത്ത് ബില്ലേലോ ബലേ ചീനിലോ മുജ്സെ മേരി ജവാനി. അച്ഛാ, എല്ലാവരും ആശയമൊക്കെ എഴുതി. ആശയത്തിനൊന്നും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ അതിമനോഹരമായ കാഗസ് കി കസ്തി എന്ന് പറയുന്ന ഈ പാട്ട് എഴുതിയ കവി ആയിട്ടുള്ള സുദർശൻ ഫാഹിറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആരാണ് സുദർശൻ ഫാഹിർ? അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉറുദുവിലും അതുപോലെ മറ്റുള്ള ഏതൊക്കെ ഭാഷയിലാണ് ഫേമസ് ആയിട്ടുള്ളത്? അപ്പോൾ എല്ലാം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 28 എടുക്കുക. അതിൽ നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ടാവും അല്ലേ? സുദർശൻ ഫാഹിർ എന്ന് പറയുന്നത് കൊണ്ട് ഒരു കള്ളിയിൽ കൊടുത്തിട്ടുള്ള ഒരു ചിത്രം. അതാണ് നമ്മുടെ ഈ ഫേമസ് പോയറ്റർ, മഷൂർ ഷായർ. ഉറുദു മേ കഹാ തോ മഷൂർ ഷായർ സുദർശൻ ഫാഹിർ അല്ലേ? ഈ വ്യക്തി എഴുതിയ പാട്ടാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. സുദർശൻ ഫാഹിർ 1934 അല്ലേ? 1934 ജനിച്ച അദ്ദേഹം 2008, ഈ അടുത്ത ഒരു 12 വർഷം മുമ്പാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. കൊടുത്തിട്ടുണ്ടല്ലോ 1934-2008 വരെ. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. സുദർശൻ ഫാഹിർ ഫറൂസ്പൂർ, പഞ്ചാബിലെ ഒരു സ്ഥലമാണ് ഫറൂസ്പൂർ എന്ന് പറയുന്നത്. അവിടെ 1934 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ സുദർശൻ ഫാഹിറിൻ്റെ ജന്മസ്ഥലം പഞ്ചാബിൽ ഫറൂസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഉन्होंने ഗസൽ, ഗീത് ഔർ നസ്മേ ലിഖി ഹെ. അദ്ദേഹം ഗസലും അതുപോലെ പാട്ടും അതുപോലെ പദ്യങ്ങളൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പദ്യം മാത്രമല്ല അദ്ദേഹം എഴുതിയിട്ടുള്ളത്, ഗസൽ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഉറുദുക്ക് ഷാൻ ഹേ ഗസൽ അല്ലേ? ഉറുദുവിൻ്റെ ഷാനാണ് ഗസൽ എന്ന് പറയുന്നത്. അതുപോലെ ഉറുദുവിൽ ഒരുപാട് പാട്ടുകൾ, ഒരുപാട് പദ്യങ്ങൾ ഒക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുദർശൻ ഫാഹിർ. ഉൻകി ഗസലോ और गीतों को बेगम अख्तर और जगजीत सिंह अपनी सुरीली आवाज़ देखकर अवाम में मकबूल बना दिया है. അദ്ദേഹത്തിൻ്റെ ഗസലുകളും പാട്ടുകളൊക്കെ ബീഗം അഖ്തർ അതുപോലെ ജഗജിത് സിംഗ് ഇവരൊക്കെ വലിയ വലിയ ഫേമസ് പോയട്രികളാണ്. ഈ ഗസൽ ആലപിക്കുന്ന ആളുകളാണ്. അത് ബീഗം അഖ്തറും ജഗജിത് സിംഗ് ഒക്കെ. അപ്പോൾ ഈ സുദർശൻ ഫാഹിറിൻ്റെ പദ്യങ്ങളും ഗസലുകളും ഒക്കെ എന്താണ്, ഇവരൊക്കെ തൻ്റെ സുരേലി ആവാസ്ക്ക്, തൻ്റെ മധുരമുള്ള ശബ്ദത്തിലൂടെ മക്ബൂൽ ബനാദിയത്, എല്ലാവർക്കും പൊതുവായ രീതിയിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് ആക്കി പാടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ പഠിച്ച പാട്ട് അല്ലേ, വളരെ സിമ്പിളായ പാട്ടാണ്. കണ്ടാൽ വലിയൊരു പാട്ട് പോലെ നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ അത് പാടി നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ ഒന്നും നമുക്ക് അനുഭവപ്പെട്ടില്ല. അതാണ് ഇദ്ദേഹത്തിൻ്റെ കവിതയുടെ ഗസലുകളുടെയൊക്കെ ഒരു പ്രത്യേകത. ഓമേ മക്ബൂൽ ബനാദിയാഹെ, ഒരു പൊതുവായിട്ട് എല്ലാവർക്കും എളുപ്പം സ്വീകരിക്കാൻ പറ്റുന്ന, എളുപ്പം ഇഷ്ടപ്പെടാൻ പറ്റുന്ന, പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കും. ഹം സബ് ഭാരതി ഹേ ഉൻകാ ഏക് ഓർ മഷൂർ ഗീത് ഹേ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഏറ്റവും പ്രശസ്തമായൊരു പാട്ടാണ് ഹം സബ് ഭാരതി ഹൈ, നമ്മളെല്ലാവരും ഭാരതീയർ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു പ്രശസ്തമായ പാട്ട് എഴുതിയതും ഇദ്ദേഹമായിരുന്നു. जो NCC गीत के तौर पर सारे हिंदुस्तान में गाया जाता है. NCC നാഷണൽ സർവീസ് കാഡറ്റ്
എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. നമ്മൾ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡൊക്കെ പോലെയുള്ള ഒന്നാണ് NCC. ആ NCCയിൽ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് സാരേ ഹിന്ദുസ്ഥാൻ മേ അല്ലേ, എല്ലാവരും ഹിന്ദുസ്ഥാനിൽ എന്ന് പറയുന്നത് കൊണ്ട് അയാളൊരു പാട്ടുണ്ടായിരുന്നു, അത് അയാൾ പാടുമായിരുന്നു. 2008 ഫെബ്രുവരി 18 ജാലിന്ധർ മേ ഉൻകാ ഇന്തിക്കാൽ ഹുവ. 2008 ഫെബ്രുവരി 18 അദ്ദേഹം ജാലിന്ധറിൽ വെച്ചിട്ടാണ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞത്. അപ്പോൾ തൻ്റെ ഈ ചുരുങ്ങിയ കാലയളവിൽ അല്ലേ, ചുരുങ്ങിയ കാലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു എത്ര വയസ്സുണ്ടാവും, 34 പോയാൽ ഒരു 60-70 വയസ്സ് അല്ലേ, 70 വയസ്സിൻ്റെ ഇടയിൽ അദ്ദേഹം ഉറുദുവിന് വേണ്ടി ചെയ്ത സംഭാവനകളും ഉറുദുവിൽ അദ്ദേഹം നൽകിയ ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെയധികം പോപ്പുലറാണ്. അപ്പോൾ സുദർശൻ ഫാഹിർ ആരാണ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അദ്ദേഹത്തെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ ലഘൂകരിച്ചു. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, അദ്ദേഹം ഏതൊക്കെ മേഖലകളിലാണ് പ്രശസ്തമായിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലേക്ക് അതിനെ സ്വീകാര്യമാണ്. അതുപോലെ ഏറ്റവും ഫേമസ് ആയ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പാട്ടായിരുന്നു ഹം സബ് ഭാരതി എന്ന് പറയുന്നത്. അതുകൂടാതെ NCCയുടെ പാട്ടിന് വേണ്ടിയിട്ടൊക്കെ സെലക്റ്റീവായിട്ടുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനങ്ങളായിരുന്നു. എല്ലാം ഇദ്ദേഹത്തിൻ്റെ സംഭാവനകളായിരുന്നു. ഈ 2008 ഫെബ്രുവരി 18 ഈ ലോകത്തോട് വിട പറഞ്ഞ സുദർശൻ ഫാഹിർ ഇന്നും ഉറുദുവിൽ ഏറ്റവും അറിയപ്പെടുന്ന കവികളിൽ ഒരാളായിട്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ സുദർശൻ ഫാഹിറിൻ്റെ ഒരു നമുക്ക് സുദർശൻ ഫാഹിറിനെ കുറിച്ചിട്ട് നമുക്കൊരു പ്രൊഫൈൽ തയ്യാറാക്കാനുണ്ടാവും, ഒരു പക്ഷേ പരീക്ഷയിൽ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇത്രയും എളുപ്പമാണ് സുദർശൻ ഫാഹിറിൻ്റെ വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക, സുദർശൻ ഫാഹിറിനെ കുറിച്ചിട്ടുള്ള നോട്ട്സ് എല്ലാവരും ഉറുദുവിൻ്റെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക, അത് പഠിക്കുക, പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നതായിരിക്കും. ठीक है, शुक्रिया.